ജോലി ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിലുള്ള ഓരോ ജില്ലകളിലും പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികളെ സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഇങ്ങനെയുള്ള തൊഴിൽ മേള സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള അതനുസരിച്ചിട്ടുള്ള റെസ്യൂമുകൾ അവർ ഇന്റർവ്യൂ ചെയ്ത് അതനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു മേളയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഏകദേശം 25ഓളം കമ്പനികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. അതിൽ 20ഓളം കമ്പനി ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്നുള്ളതാണ്. അതനുസരിച്ച് രജിസ്ട്രേഷന് വലിയ രജിസ്ട്രേഷൻ തന്നെ, നമ്പേഴ്സ് ഓഫ് രജിസ്ട്രേഷൻ വളരെ അധികമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. വലിയ തിരക്കാണ് അവിടെ അനുഭവിക്കുന്നത്. അതിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് പലർക്കും ജോലിയില്ല എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത് വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മുടെ നാടിൽ തന്നെ. യുവാക്കൾക്ക് തൊഴിലുണ്ടാവേണ്ട നിർബന്ധമാണ്. അവരെ കുടുംബത്തോടും അതുപോലെ സമൂഹത്തോടൊക്കെ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും തൊഴിലും അതുപോലെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള മാർഗത്തിന് തൊഴിൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. തീർച്ചയായും നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഉണ്ടാവും. ഇന്ന് പല മുമ്പൊക്കെ അതായിരുന്നല്ലോ. മുമ്പ് നമ്മൾ ഏതെങ്കിലും കമ്പനിയുടെ പുറത്ത് പോയി കാത്തിരുത്ത് കുറേ സമയം ഇരുന്നുകൊണ്ട് അവർക്ക് വേണ്ട ആളുകളെ എടുക്കുന്നതിന് വേണ്ടി ഒരു 2-3 സീറ്റുകൾക്ക് ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു സംവിധാനമാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. കമ്പനികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, ആ കമ്പനിക്ക് ആവശ്യമുള്ള ആളുകൾ എടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ജോലി ആവശ്യമുള്ളവർക്ക് ഏത് ജോലി വേണം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇവിടെ 10ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാഭ്യാസമായി യോഗ്യതകൾ 10ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള ഒരു സംവിധാനം. ജോലിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. ഒരു കാര്യത്തിൽ നമുക്ക് ഒരു 3 ഇപ്പോഴും 1992. പക്ഷെ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കും, പെൺകുട്ടികൾ എവിടെ പോകുന്നു, എന്താണ് ഇത് എന്നൊക്കെ നോക്കും. അപ്പോൾ ആ കാലത്ത് നമ്മുടെ കാസർഗോഡ് അങ്ങനെ നമുക്ക് തുടങ്ങാനുണ്ട്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഏത് പെൺകുട്ടികൾക്കും എവിടെ വേണമെങ്കിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിലും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏത് സമയത്തും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് സ്വന്തം പര്യാപ്തത ഉണ്ടാക്കുക എന്ന ഉദ്ദേശം കൂടി അവർക്കുണ്ട്. സ്ത്രീ ശാക്തീകരണങ്ങളിൽ കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതേപോലെ നമ്മുടെ പെൺകുട്ടികളും ആ രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളുടെയും പരാതികളുണ്ട്. എന്താ പരാതികൾ എന്ന് പറയുന്നത്? കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന്. മുൻകാലങ്ങളിൽ അങ്ങനെയല്ല. മുമ്പ് പെൺകുട്ടികൾ പുറന്നിറങ്ങി എങ്ങനെയെങ്കിലും പോകാനൊരു അവസ്ഥ ഇവിടുത്തെ. ഇന്ന് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് പരാതികളൊക്കെ പറയുന്നുണ്ട്. പല ചെറുപ്പക്കാരും പറയുന്നുണ്ട്, ഇല്ല പെൺകുട്ടികളെ കിട്ടുന്നില്ല. എന്താ കിട്ടാത്തത്? അവർ പറഞ്ഞാൽ നമുക്ക് സ്വന്തം ജോലിയായിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കാം എന്ന രീതിയിലേക്ക് പോയി. അതുമാത്രമല്ല, എനിക്ക് ജീവിക്കാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് കാലുകൊണ്ട് എനിക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ പോലെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ പൈതൃകത്തെ ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യയിൽ ഒരു പൈതൃകമുണ്ട്. ആ പൈതൃകം ഒരു കുടുംബപരമായിട്ടുള്ള പൈതൃകം നമുക്കുണ്ട്. അത് നമുക്ക് എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് കളഞ്ഞിട്ടുള്ള ഏത് പ്രവർത്തികളും നമുക്ക് ഏർപ്പെടാൻ പറ്റും. ആ പൈതൃകം നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഏതായാലും നമുക്കിപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയാൻ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയബാബു. എൻ്റെ മറ്റ് സഹപ്രവർത്തകന്മാർ ഇങ്ങിയ റോളായിരുന്നു ഇവിടെ കണ്ടത്. അപ്പോൾ മനസ്സിലാക്കി നമ്മുടെ ജോലിയോടുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നും. കാരണം 10 മണി 12 മണിക്കാണ് ഉദ്ഘാടനവും 9 മണിക്ക് തന്നെ ഏകദേശം ആളുകൾ ഇവിടെ എത്തിയിരുന്നു.
നമ്മുടെ കയ്യിൽ ഒരുപാട് ഡിഗ്രികളുണ്ടെങ്കിലും നാം ഇഷ്ടപ്പെടുന്ന, നാം ആഗ്രഹിക്കുന്ന ജോലികൾ നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച PSC റാങ്ക് ലിസ്റ്റിന്റെ പോലും നമുക്ക് ജോലി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇതിനൊരു ജാലകം തുറന്നു കൊടുക്കുക, ഒരു വേദി ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ മറ്റു സമ്മതിക്കുന്നത്. എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ടിരുന്നു. 10-30 കമ്പനികൾ ഇവിടെ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ജോലികൾ ഇവിടെ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ നേരത്തെ 10ാം ക്ലാസ് മുതൽ മേലോട്ട് അവരെയാണ് ക്ഷണിച്ചത്. പക്ഷേ ഇന്ന് 7ാം ക്ലാസ്സിൽ പഠിച്ചവരും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അവരും അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത, കാരണം ക്ലീനിങ് സ്റ്റാഫായി കിട്ടുകയാണെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മറ്റുള്ള സ്റ്റാഫുകളും ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. കമ്പനികൾ പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിക്കാൻ ശ്രമിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് തൊഴിൽ കിട്ടാത്ത ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്, ഇവിടെ ചെറുപ്പക്കാര്, അഭ്യസവിദ്യരായ ചെറുപ്പക്കാര്, അവര് കേരളത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ കേരളം നാട്ടിനെ മറന്നുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് ഇത്തരം തൊഴിൽ മേഖലകൾ. ഈ ചിന്ത എന്നുള്ളത് അത് തന്നെ, കേരളത്തിലെ ചെറുപ്പക്കാർ കേരളം വിട്ടു പോവുകയാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ. അപ്പൊ തൊഴിലുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിന് വികസനമുള്ളൂ, GDP വർദ്ധിക്കുകയുള്ളൂ. എല്ലാവർക്കും തൊഴിൽ എന്നുള്ള ആ ആശയം, അത് ചെറുപ്പക്കാരിന്ന് തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ തൊഴിൽ കിട്ടാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോ അഭ്യസ്തരായ ചെറുപ്പക്കാർ, കഴിവുള്ളവരെ കമ്പനികൾക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്യാനുള്ളൊരു അവസരം ഇത്തരം തൊഴിൽ മേഖലകളിലൂടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രം വികസിക്കേണ്ടതും. അതുകൊണ്ട് എല്ലാ ചെറുപ്പക്കാർക്കും ഇന്ന് തൊഴിലിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കമ്പനികൾ അവരും നല്ല രീതിയിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കട്ടെ എന്ന് ആശംസിച്ചു. സഹീർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക്, പഠിതാക്കൾക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഇത്തരത്തിലൊരു ഒരുക്കുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും, ഈ തൊഴിൽ മേളയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഈ തൊഴിൽ കിട്ടാൻ സാധിക്കട്ടെ. അതുപോലെ ഇനിയും കിട്ടാത്തവർക്ക് വേറൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വിജ്ഞാനികളും ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും 1-2 കമ്പനികളൊക്കെ വിളിച്ച് ആവശ്യമായ ഉദ്യോഗാർത്ഥികൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള ഒരു പ്രവർത്തനം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചെയർമാനോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസിക്കുന്നു. വാർഡ് കൗൺസിലർ രഞ്ജിത, ലളിത കൗൺസിലർ, നമ്മുടെ പദ്ധതി വിശദീകരണം ചെയ്ത നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്ററും DMCയുമായ രഞ്ജിത്ത് സർ, നമ്മുടെ ഈ നഗരസഭയുടെ നേതൃത്വത്തിൽ തൊഴിൽ മേള നടത്തുന്നതിനും ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് നമ്മളെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം അവர்களാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ ഇത്തരം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ നല്ലൊരു രീതിയിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നതിന് ചെയർമാൻ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. ഈ പരിപാടിയിൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാന വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നീതിന്റെ മാർഗമേട വിറയ്ക്കുന്ന കൂട്ടങ്ങൾ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ
മാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ
9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.